നമസ്തേ ഗംഗാമയാണ്. ഒരു ദിവസം ഒരു കൺസൾട്ടേഷൻ എൻ്റെ അടുത്ത് വന്ന ഒരു വ്യക്തി എന്നോട് ചോദിച്ചു, ഞാൻ ഒരുപാട് കാലമായിട്ട് ധ്യാനം ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്കൊരു മാറ്റമില്ല. ഞാൻ രക്ഷപ്പെടണില്ല. ഞാൻ അവിടെ നിന്ന് അതായത് എത്ര വർഷമാണെന്നറിയോ? അയാൾ പറഞ്ഞത് 24 വർഷം ധ്യാനം ചെയ്തിട്ടും അയാൾക്കൊരു മാറ്റം ഉണ്ടായിട്ടില്ല. വലിയ ആശ്രമത്തിലൊക്കെ നിന്നുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ അയാൾക്ക് ജീവിതത്തിൽ ഒരു മാറ്റമില്ല. എന്താണ് കാരണം? സെയിം നെഗറ്റീവ് തിങ്കിങ്, അതായത് നമ്മളുടെ ആവശ്യമില്ലാത്ത തിങ്കിങ്, ടോക്സിക് ആളുകളായിട്ടുള്ള ബന്ധം, തെറ്റായ ശീലങ്ങള്, ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മളുടെ ഊർജ്ജ ശരീരത്തിൽ നിന്ന് ഊർജ്ജം അവിടെ നിൽക്കുക? ഇത് ലോസായി പോയിക്കൊണ്ടിരിക്കുള്ളൂ. നമ്മുടെ ലോസിങ് എന്ന് പറയുമ്പോൾ ഈ ഓവർ തിങ്കിങ്, ഗോസിപ്പ് വരിക, ഫിയർ ഉണ്ടാവുക, അതുപോലെ മൊബൈൽ അഡിക്ഷൻ ആവുക. നമുക്ക് ഇതെല്ലാം എനർജി ലോസ് ആവണ കാര്യമാണ്. നമ്മൾ പലരും ധ്യാനം ചെയ്യണുണ്ട്, പക്ഷെ പ്രശ്നങ്ങളിൽ നിന്ന് അവര് രക്ഷപ്പെടുന്നില്ല. കാരണം റിയാലിറ്റീനെ അവർക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നില്ല. എന്താണ് കാരണം? ഒരു അവയർനെസ് ആണ് ധ്യാനം. പക്ഷെ അത് ഞാൻ ധ്യാനം ചെയ്യുന്നവനാണ്, ഞാൻ സ്പിരിച്വൽ ആണ് എന്നൊക്കെ പറയണത് മാത്രമേ ഉള്ളൂ. റിയൽ ട്രൂത്ത് എന്താന്ന് ആർക്കും മനസ്സിലാവണില്ല, അല്ലെങ്കിൽ വ്യക്തമായിട്ട് അത് തിരിച്ചറിയണില്ല. എന്താണ് ധ്യാനം? ധ്യാനം ചെയ്താൽ മാത്രം ജീവിതം മാറില്ല. നമ്മൾ മാറണം ആദ്യം. നമ്മൾ മാറ്റപ്പെടാൻ തയ്യാറാവണം. അത് കൂടാണ്ട് നമ്മൾ പ്രവർത്തിക്കും വേണം. ധ്യാനം ചെയ്തുകൊണ്ട് മാത്രം രക്ഷപ്പെടുവോ? നിശബ്ദതയിൽ ഇരിക്കുന്നതല്ല ധ്യാനം. നിന്റെ ഉള്ളിൽ നടക്കുന്ന മാറ്റമാണ് ധ്യാനം. അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് നിങ്ങളെ നിർത്തി, അതായത് നമ്മളുടെ മൂന്ന് പ്രധാന പ്രാണ 5 പ്രധാന പ്രാണനും 3 നാഡികളും പറയുന്നുണ്ട്. ഈ 3 നാഡികൾ പറയുമ്പോൾ ഇട, പിംഗള, സുഷുമ്ന. 27 നാഡികളുണ്ട്. 72,000 നാഡികളിൽ നിന്ന് പ്രധാന 27 നാഡിയും അതിൽ സുപ്രധാനമായ 3 നാഡികളാണ് ഇട, പിംഗള, സുഷുമ്ന. ഇത് കൂടാണ്ട് നമ്മളുടെ എനർജി ബോഡിയിൽ 10 പ്രാണനെ പറയുന്നുണ്ട്. പഞ്ചപ്രാണനാണ് നമ്മൾ കേട്ടിട്ടുള്ളെങ്കിൽ സത്യത്തിൽ 10 പ്രാണനുണ്ട്. ഈ പഞ്ചപ്രാണന്റെ ശുദ്ധീകരണം കൂടി നമ്മുടെ ശരീരത്തിൽ നടക്കേണ്ടതുണ്ട്. അതിനാണ് പ്രാണായാമം പോലത്തെ ഉള്ള വ്യായാമ മുറകളുള്ളത്. പലതരത്തിൽ പ്രാണായാമങ്ങൾ, പലതരത്തിലുള്ള ആസനങ്ങളെല്ലാം ഉണ്ട്. വെറുതെ ചുമ്മാ ഇരുന്നിട്ട് ഒരു ധ്യാനത്തിൽ പത്മാസനത്തിൽ ഇരുന്നിട്ട്, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു ആസനത്തിൽ ഇരുന്നിട്ട് കയ്യിൽ മുദ്ര പിടിച്ചിട്ട് ഇരുന്നുകൊണ്ട് കാര്യമില്ല. നമ്മളുടെ ഉള്ളിൽ നടക്കേണ്ട മാറ്റമാണ് ധ്യാനം. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾ ഓവർ തിങ്കിങ്, നിങ്ങൾ അതിൽ നിന്ന് റിക്കവർ ആവാൻ നോക്കുക. ഗോസിപ്പ്, മറ്റുള്ള ആൾക്കാരെ കുറ്റപ്പെടുത്താനും പരിഹസിക്കാനും വേണ്ടി വരുത്താതിരിക്കുക. നന്ദി, നമസ്കാരം.